ടാറ്റ ഇൻട്ര സീരീസിൽപ്പെടുന്ന V20 CNG പ്ലസ് പെട്രോൾ എന്ന വണ്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ വണ്ടി ഒരാൾ ഇതിൻ്റെ മുൻവശം കാണുന്നതെങ്കിലും ഇതൊരു പിക്കപ്പ് ആണെന്ന് ഒരിക്കലും തോന്നില്ല. അതുപോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ മുൻവശം. അതായത് പണ്ടൊക്കെ നമ്മുടെ പിക്കപ്പ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും എന്തെങ്കിലും തകരപ്പാട്ടൊക്കെ അടിച്ച് ടയറും വെച്ച് എൻജിനും വെച്ച് 2 സീറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻജിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിക്കപ്പായി. പക്ഷേ ഇപ്പോഴത്തെ വണ്ടികൾ അങ്ങനെയൊന്നുമല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പിക്കപ്പ് എന്ന ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾക്ക്. അതുപോലെ തന്നെ ഈ മുൻവശത്തെ ഈ ഒരു ഡിസൈൻ തന്നെ കണ്ടില്ലേ, പല പല ക്രോമിയത്തിൻ്റെ എലമെൻസും എല്ലാം കൊണ്ടുവന്നിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഇൻട്ര സീരീസിൽ പെടുന്ന വണ്ടികളൊക്കെ കാണാൻ നല്ല സ്റ്റൈലിഷാണ്. മുൻവശത്തല്ല, മൊത്തത്തിൽ ബോഡി ഒക്കെ അങ്ങനെ തന്നെ നല്ലൊരു മനോഹരമായൊരു മുൻവശം തന്നെയാണ് ഈ ഇൻട്ര സീരീസിൽ പെടുന്ന വണ്ടികളും. മറ്റുള്ള കമ്പനികൾ പിക്കപ്പ് ആയാലും തന്നെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭംഗിയുടെ കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പിക്കപ്പുകളും. അതുകൊണ്ട് തന്നെ പിക്കപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഈ പിക്കപ്പ് എന്നൊരു ബാഡ്ജിങ് മുന്നിലും ബാക്കിലും സൈഡിലും എല്ലാ വണ്ടിയിലും പലയിടത്തും കാണാൻ സാധിക്കും. അതായത് ഞാനൊരു പിക്കപ്പ് ആണ് എന്ന് വിളിച്ച് പറയുന്ന തരത്തിലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കമ്പനിക്കാർ അങ്ങനെ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് V20 ഇൻട്ര സീരീസിൽ പെടുന്ന V20യുടെ വിശേഷങ്ങളാണ്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് V20 AC എന്നൊരു ബാഡ്ജിങ് കാണാം. ഇത് AC വണ്ടി അതിൻ്റെ പേരാണ് AC എന്ന ബാഡ്ജിങ്. അതുപോലെ തന്നെ ഇൻട്ര പിക്കപ്പ് എന്ന ഒരു ബാഡ്ജിങ് ക്രോമിയത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് നന്നായിട്ടുണ്ട്. പിക്കപ്പ് എന്ന ലെറ്റേഴ്സൊക്കെ നല്ല മനോഹരമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലും ഉള്ളിൽ ക്രോമിയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഗ്രില്ലിൻ്റെ കട്ടിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ അതിൽ ടാറ്റയുടെ ലോഗോ എന്തായാലും നന്നായിട്ടുണ്ട്. ടോട്ടലി നല്ല മനോഹരമായ മുൻവശം. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടിയിൽ എയർ ഡാം കാണാൻ പറ്റും. അതൊക്കെ സിൽവറിലാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മേലെ റിഫ്ലക്ടർ പോലെ ഒരു വൈറ്റ് സംഭവം കൊടുത്തിരിക്കുന്നു. നമുക്ക് ഹോണൊക്കെ ഇതിൽ കൂടെ കാണാൻ സാധിക്കും. നോർമൽ ഹോണാണ്. പിന്നെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത് നല്ല കനത്തിൽ കൊടുത്ത് ടാറ്റയുടെ ബാഡ്ജിന് നല്ല വലുപ്പത്തിൽ ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നു. നല്ല ഒരു കിടിലൻ ഒരു മുൻവശം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്കപ്പാണെന്ന് തോന്നില്ല മുൻവശം കണ്ടു കഴിഞ്ഞാൽ. ഇത് നമ്മൾ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല കനത്തിലുള്ള ഒരു മിറർ, മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ. ഇവിടെ CNG എന്നൊരു ബാഡ്ജിന് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നു. അതൊരു ടെക്നിക്കാണ്, ഗ്രീൻ കളറൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ, നല്ല വലുപ്പത്തിലുള്ളൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മൾ എൻജിൻ്റെ സൈഡ് ആണ് ഇവിടെയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് കൂളൻ്റ് കാര്യങ്ങൾ, വാഷറിൻ്റെ വെള്ളം ഒക്കെ കൊടുത്തിരിക്കുന്നു. ഒരു എൻജിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടയറിൻ്റെ ഇവിടെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ നമ്മളിനി ടയർ സൈസിലേക്ക് വരുമ്പോൾ 14 ഇഞ്ചിൻ്റെ LT ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് CNGയുടെ ടാങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മീറ്ററൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ബോഡി ലൈനുകളൊക്കെ നല്ല ഭംഗിയുള്ള ബോഡി ലൈനുകളാണ്. ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ നോബിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് CNGയുടെ ആ മീറ്റർ സംഭവങ്ങളൊക്കെ അളവൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ടയർ 4 നട്ടിൻ്റെ ടയറാണ്, MRF ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുറകിൽ ഇൻട്ര എന്ന പിക്കപ്പ് എന്നൊരു ബാഡ്ജിങ് വീണ്ടും കാണാം. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ
ബാക്കിൽ സ്റ്റെപ്പിൻ ടയർ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഊരാനൊക്കെ എളുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എന്താണുള്ളത്, സസ്പെൻഷനിലേക്ക് വരുമ്പോൾ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് റിയറിൽ മാത്രമല്ല ഫ്രണ്ടിലും ഈ സെയിം സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഒരു CNGയുടെ ഒരു ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഇത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എന്താണുള്ളത്, പിന്നെ നമ്മൾ ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല വിശാലമായിട്ട് സാധനങ്ങൾ കയറ്റാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി 1000 കിലോ ആണ്. പക്ഷേ 1000 കിലോ എന്ന് പറഞ്ഞാലും 1700-2000 കിലോ വരെ കയറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയൊക്കെ കയറ്റാനുള്ള ശേഷി ഈ വണ്ടിക്കുണ്ടെന്ന് അത് ഓടിക്കുന്നവർക്ക് നല്ലോണം അറിയാം. പിന്നെ നമുക്കും അറിയാം എന്തായാലും അത്രയൊക്കെ കയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കയറ്റുന്നൊന്നും അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് CNG എന്നൊരു ബാഡ്ജിങ് ഗ്രീനിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഹാൻഡിൽ അങ്ങനെ ചെറിയൊരു ഹാൻഡിൽ, പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇവിടെയുള്ള ഈ ലൈനുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ഡോറ് ഒന്ന് തുറന്ന് നോക്കാം. ഡോർ തുറക്കുമ്പോൾ ഇവിടെ ടാറ്റ എന്നൊരു ബാഡ്ജിങ്, അതുപോലെ ഒരു ഹാൻഡിൽ, ഇവിടെ ചെറിയ ഹാൻഡിൽ, അതുപോലെ ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ, 6 ഇഞ്ചിൻ്റെ സ്പീക്കർ, ഇവിടെ നമുക്ക് മിറർ താത്താനുള്ള സംഭവം അങ്ങനെ കൊടുത്ത് അത്യാവശ്യം നല്ല മനോഹരമായ ഡോറ്. ഇവിടെ നമുക്ക് സീറ്റ് ഇങ്ങനെ മറച്ചിടാം, പുറകെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം, ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതുപോലെ ഇവിടെ നമുക്ക് നല്ല തെർമോക്കോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ്, ബാക്കിൽ കാണാൻ പറ്റുന്ന ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ സീറ്റൊക്കെ നല്ല മനോഹരമായ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ സീറ്റ് തന്നെയാണ്, ഫാബ്രിക്കാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക്, നീട്ടത്തിൽ വലിയൊരു ഹാൻഡ് ബ്രേക്ക്, അതുപോലെ ഇവിടെ ഒരു സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് ഈ ക്യാബിൻ്റെ ഉൾവശം വാക്ക് ത്രൂ ക്യാബിനാണ്. അതായത് ഇപ്പുറത്ത് അപ്പുറത്തൊക്കെ നടന്നു പോകാൻ എളുപ്പമാണ്. ഇനി നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായൊരു സ്റ്റിയറിങ്, നല്ല കിടിലൻ സ്റ്റിയറിംഗ് എന്ന് പറയാം. ഈ ഒരു CC പെടുന്ന വണ്ടികളിലുള്ള ഏറ്റവും നല്ല സ്റ്റിയറിങ്. ടാറ്റയുടെ ഒരു ലോഗോ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ മീറ്ററിലേക്ക് വരുമ്പോൾ ഒരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഈ എല്ലാ വണ്ടികളും ഈ ടൈപ്പ് മീറ്ററാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ അതിൽ ക്ലോക്ക് കാര്യങ്ങൾ, ഇവിടെ AC-യുടെ വെൻറ്റ്, AC വെൻറ്റ്, അതുപോലെ ഇവിടെ ബട്ടൺസ്, ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ബട്ടൺസ്, അതുപോലെ നമുക്ക് 4 AC വെൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കൂളിംഗ് ആവും. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ചാർജിങ് പോയിൻ്റ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുന്ന സ്ഥലം, AC-യുടെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് 5 ഗിയർ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ, ഡാഷ് മൗണ്ട് ഗിയർ ലിവറാണ്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം, ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വയ്ക്കാം. അതിന് ടാറ്റ എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്ക് മിറർ, നോർമൽ മിറർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. സീലിംഗ് ഒക്കെ വൈറ്റ് ആണ്. ഇവിടെ നമുക്ക് സൺസൈഡ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ സെറ്റൊക്കെ നല്ല മനോഹരമായ സെറ്റാണ് കേട്ടോ. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത രീതിയിലുള്ള ടാറ്റ നിർമ്മിക്കുന്ന ഒരു സിസ്റ്റമാണത്. അതുപോലെ തന്നെ ഇതിൽ AC ഉണ്ട്. AC ഇല്ലാത്ത വണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളിനി അതൊക്കെ കണ്ടു. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ടാറ്റാത്തിൻ്റെ ബാഡ്ജിങ്ങും, അതുപോലെ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ, അപ്പുറത്ത് കണ്ട സെയിം സംഭവങ്ങളൊക്കെ ഇപ്പുറത്തുണ്ട്. ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പിടിച്ച് കയറാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ സീറ്റിൽ സുഖമായിട്ട് ഒരാൾക്ക് നിവർന്ന് കിടക്കാം, അതിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കൊള്ളാം. നമുക്ക് ഈ കിടക്കാനുള്ള സൗകര്യം തന്നെ വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഡ്രൈവർക്ക് ഒരു പ്രാധാന്യം ടാറ്റ കൊടുക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു തെളിവാണിത്. കാരണം എങ്ങനെയൊക്കെ വണ്ടി ഇറക്കി വിട്ടാൽ മതി എന്നല്ല ചിന്തിക്കുന്നത്. അതായത് ഓടിക്കുന്ന ആൾക്ക് ഒരു കംഫർട്ട് കിട്ടും എന്നാണ് ടാറ്റ ഉദ്ദേശിച്ചത്. അതുപോലെ ഈ സീറ്റിൻ്റെ ഹൈറ്റ് നല്ല മനോഹരമായിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് അതിനോടുകൂടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഹെഡ് റെസ്റ്റാണ്. സീറ്റിൻ്റെ ഡിസൈനും നല്ല മനോഹരമായ ഡിസൈനാണ്. നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4460 മില്ലിമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത്. വിത്ത് 1692 വിത്ത് വരുന്നത്.
ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മില്ലിമീറ്റർ ആണ്. നമ്മളൊരു 4.5 മീറ്റർ വലിപ്പമുള്ളൊരു വാഹനമാണ് ഈ ഓടിച്ച് കൊണ്ടുപോകുന്നത്. യാതൊരു ഫീലും നമുക്ക് ഈ സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയൊരു കാറൊക്കെ, അതൊരു ആൾട്ടോ കാറൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫീലാണ് നമുക്കിതിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ നമുക്ക് ടേണിങ് റേഡിയസ് വരുന്നത് 5250 മില്ലിമീറ്റർ ടേണിങ് റേഡിയസ് വരുന്നത്. അതുപോലെ പേലോഡ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു 1000 കിലോ പേലോഡ് കപ്പാസിറ്റി. നമുക്കൊരു 1500-1700 വരെ കയറ്റുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എടുത്തു പറഞ്ഞ സസ്പെൻഷനാണ്. ബാക്കിലും ഫ്രണ്ടിലും സെയിം സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. സെമി എലിപ്റ്റിക്കൽ ലീവ്സ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിതിൽ 1199 cc DI 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാക്സിമം സ്പീഡ് നമുക്ക് 80 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് വരുന്നത്. പിന്നെ നമുക്ക് ടോർക്ക് 96.45 Nm ടോർക്കാണ് നമുക്ക് ലഭിക്കുക. മാക്സിമം പവർ കിട്ടുന്നത് 53 HP ആണ് മാക്സിമം പവർ കിട്ടുന്നത്. പിന്നെ എടുത്തുകൊണ്ട കാര്യം നമ്മൾ ഈ ഇരുന്ന് ഓടിക്കുന്ന ഈ പൊസിഷൻ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ഉള്ളേരിയ കൂടെയാണ്. നമുക്ക് ഉള്ളേരിയ കൂടെയാണ് പോകുന്നതിനുള്ള യാതൊരു ഫീലും നമുക്ക് ഇവിടുന്ന് ഓടിക്കുമ്പോൾ കിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് നമുക്കിത് ലഭിക്കുന്നത്. ശരിക്കും ഒരു കുടുംബത്തിൽ അത്യാവശ്യം നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാനായിട്ടായാലും നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകണമെങ്കിൽ ഫാമിലിയായിട്ട് പോകണമെങ്കിലൊക്കെ ഈ വാഹനങ്ങൾ നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ ഒരു സത്യമായ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആയതിൻ്റെ ലുക്കും ഇൻറ്റീരിയർ സ്പേസും ഇൻറ്റീരിയറിലുള്ള ആ ഒരു കയറുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി, നമ്മൾ ഏതോ ഒരു കാറിലിരിക്കുന്ന ഒരു എനർജി കിട്ടുന്ന ഒരു ഇൻറ്റീരിയർ സെറ്റപ്പും എല്ലാം കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഇതാണ്. അതായത് ഡ്രൈവറും കോ ഡ്രൈവറും നടുക്ക് ഒരു ചെറിയ കുട്ടിക്കൊക്കെ ഇരിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സീറ്റിങ്, അതിൻ്റെ പൊസിഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 8.5 ലക്ഷത്തിൻ്റെ താഴെയാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സാണ്. അപ്പോൾ പോപ്പുലർ മെഗാ മോട്ടോഴ്സിലെ രജിസ്ട്രേഷനോടും മറ്റ് സ്റ്റാഫിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.